ഹായ്! ഓണമൊക്കെ വരാനായില്ലേ? ഇത്തവണ മാസം അവസാനമാണ് ഓണം വരുന്നത്. സാധാരണ ശമ്പളം വാങ്ങുന്ന ആളുകളാണെങ്കില് മാസം അവസാനം ആകുമ്പോഴത്തേക്ക് പോക്കറ്റ് കാലിയാവാണ് പതിവ്. അപ്പൊ ഇത്തവണ എന്താ പ്ലാന്? നിങ്ങൾക്ക് വല്ല എമർജൻസി ഫണ്ടോ അല്ലെങ്കില് വല്ല സേവിങ്സ് ഒക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിസ്സാരം. നിങ്ങളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ആപ്പുകൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ തുടങ്ങട്ടെ. ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ ആവശ്യമായിരിക്കും ഉണ്ടാവുക. ഞാൻ മുന്നേ ചോദിച്ചതുപോലെ എമർജൻസി ഫണ്ടോ അല്ലെങ്കിൽ സേവിങ്സോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്നൊരു തുക കയ്യിൽ കിട്ടിയെന്ന് വരില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും ബാങ്കിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്കൊരു 10,000 രൂപ ലോണിന് അപേക്ഷിച്ച് നിങ്ങളെ ആവശ്യം സാധിക്കണമെന്നില്ല. നിങ്ങളെ ഫോണിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ്, ഫോൺ പേ ഇതുപോലെയുള്ള ഫിൻടെക് ആപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലോൺ സൗകര്യം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും ഇതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് ബി, മണിവ്യൂ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. അവരുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് എടുക്കാം. പക്ഷേ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരം ഫിൻടെക് ആപ്പുകൾ വഴിയും നിങ്ങൾക്ക് വായ്പ എടുക്കാവുന്നതാണ്. ഇപ്പം പല ഫിൻടെക് ആപ്പുകളും ഇത്തരം ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ഇത്തരം വായ്പകൾ കൊടുക്കുന്നത്. സോ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഗൂഗിൾ പേയിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എലിജിബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പേപ്പർലെസ് ആയിട്ട് നിങ്ങൾക്ക് പൈസ എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് EMI നിങ്ങൾക്ക് അപ്പം തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് എത്ര മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കാമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം അതായത് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്കൊരു വലിയൊരു എമൗണ്ട് എടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഫിൻടെക് ആപ്പുകൾ വഴി പൈസ എടുക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബി, മണിവ്യൂ പോലെയുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവരിൽ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വായ്പ എടുക്കാവുന്നതാണ്. ഇപ്പം 10,000, 20,000 പോലുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ആവശ്യം വരിക. അപ്പം അതിനായിട്ട് മറ്റൊരാളോട് കടം വാങ്ങാനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ കുറിച്ച് ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടെന്യൂർ വരെ നിങ്ങൾ തിരിച്ചടവ് നടത്തും എന്നുള്ള ഉറപ്പും ഉണ്ടായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇത്തരം ആപ്പുകൾ നിങ്ങൾക്ക് ഇളവുകൾ, അതായത് ചിലപ്പം ഇൻട്രസ്റ്റ് എമൗണ്ടിൽ ഇളവുകൾ തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് കുറച്ചുകൂടെ ഇൻക്രീസ് ലെവൽ ഓഫ് എമൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. സോ ഇതെല്ലാം എന്താ നിങ്ങൾക്ക് എല്ലാ ആപ്പുകളും ഉപയോഗിക്കാം. ബിഫോർ ദാറ്റ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഇതിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടായതിനു ശേഷം മാത്രം ആപ്പുകൾ യൂസ് ചെയ്യാം. കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ലെൻഡിങ് ആപ്പുകളെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം ശരി, പോയിട്ട് വരാം. ബൈ.